വെസ്റ്റ് കല്ലട ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്രോജക്ട് നിർമ്മാണോദ്ഘാടനം ബുധനാഴ്ച കൊച്ചിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചപ്പോൾ നടപ്പിലായത് നാശത്തിലേക്കു നീങ്ങിയ ഒരു പഞ്ചായത്തിനെ കൈപിടിച്ചുയർത്താൻ പരിസ്ഥിതി പ്രവർത്തകർ കണ്ട സ്വപ്നം. 11/3/2026 10:30 രാവിലെ എറണാകുളം കലൂർ സ്റ്റേഡിയത്തിലാണ് ഉദ്ഘാടനം നടന്നത്. എറണാകുളത്തെ BPCLന്റെ ഒരു പ്രോജക്ട് അടക്കം രാജ്യത്തെ മറ്റു ചില പദ്ധതികളുടെയും ഉദ്ഘാടനം അവിടെ വെച്ച് നടന്നു. കരമണൽ ഖനനവും ചെളിയെടുപ്പും മൂലം പഞ്ചായത്തിലെ പുഞ്ചപ്പാടങ്ങൾ കയങ്ങളായി മാറിയ കാലത്ത് പരിസ്ഥിതി പ്രവർത്തകരുടെ ശക്തമായ സമരത്തിന്റെ അടിസ്ഥാനത്തിൽ ഖനനം നിരോധിക്കാൻ ത്രിദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ അധികാരത്തിലേറിയ ഭരണസമിതി തീരുമാനിച്ചു. ഖനനം നിരോധിക്കുന്നതോടെ പഞ്ചായത്തിൽ രൂക്ഷമാവുന്ന തൊഴിലില്ലായ്മയ്ക്ക് ഫലപ്രദമായ പരിഹാരം കാണാൻ കൂട്ടായ ചർച്ചകൾ നടന്നു. LSGD പ്രിൻസിപ്പൽ സെക്രട്ടറി SM വിജയാനന്ദ്, പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ KM ചന്ദ്രശേഖർ, അംഗം G വിജയരാഘവൻ, പ്ലാൻ ആൻഡ് കോർഡിനേഷനിലെ ശാസ്താംകോട്ട സ്വദേശിയായ ഉദ്യോഗസ്ഥൻ D പ്രശാന്ത് എന്നിവരുമായി ബന്ധപ്പെട്ട് ത്രിദീപ് കുമാർ നടത്തിയ ചർച്ചകളിൽ താമര കൃഷി, മത്സ്യം വളർത്തൽ, കന്നുകാലി വളർത്തൽ അങ്ങനെ പലതും വന്നുവെങ്കിലും അക്കാലത്ത് ലോകത്ത് തന്നെ ചർച്ച ചെയ്തു തുടങ്ങിയ ഫ്ലോട്ടിംഗ് സോളാർ പാനലുകൾ തടാകം പോലെയായ മണൽക്കയങ്ങളിൽ സ്ഥാപിച്ചാലോ എന്ന ആശയം ഉടലെടുക്കുകയായിരുന്നു. ഭിന്നശേഷി കമ്മീഷണറായിരുന്ന HS പഞ്ചാബകേശനാണ് ഉടമകളുടെ അതിർത്തി പ്രശ്നങ്ങളിൽ ഇടപെട്ട് അദാലത്തുകൾ നയിച്ചത്. 2014 ആദ്യഘട്ട രൂപരേഖയായി. പിന്നീട് വന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ പദ്ധതിയുടെ നൂലാമാലകൾ താമസിക്കാനിടയാക്കി. പ്രസിഡന്റ് ഡോക്ടർ C ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലെത്തിയ അടുത്ത കമ്മിറ്റി സെക്രട്ടറി ദിലീപിന്റെ നേതൃത്വത്തിൽ പദ്ധതി ത്വരിതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി. പദ്ധതി പ്രാവർത്തികമായി കഴിഞ്ഞാൽ നാട്ടിൽ 300ഓളം നിലം ഉടമകൾക്ക് ലാഭവിഹിതം ലഭിക്കും. ലാഭവിഹിതമായി ഗ്രാമപഞ്ചായത്തിന് പ്രാരംഭ വർഷങ്ങളിൽ 7,50,000 ലഭ്യമാകും. തൊഴിൽ നികുതി അടക്കമുള്ള വരുമാനം വേറെയും. 50 മെഗാവാട്ട് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുക. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ നിർവഹണ ഏജൻസിയാണ്. അപ്പോളോ കമ്പനിയാണ് നിർമ്മാണത്തിനുള്ള ടെൻഡർ എടുത്തിട്ടുള്ളത്. വെസ്റ്റ് കല്ലട നോൺ കൺവെൻഷണൽ എനർജി പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു കമ്പനി പഞ്ചായത്ത് പ്രസിഡന്റ്, വസ്തു ഉടമ പ്രതിനിധികൾ എന്നിവരെ ഉൾക്കൊള്ളിച്ച് ഇതിനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജില്ലാ കളക്ടറാണ് കമ്പനിയിലെ സർക്കാർ പ്രതിനിധി. ഈ കമ്പനിയാണ് വസ്തു കൈമാറ്റത്തിന് നേതൃത്വം നൽകിയത്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ശാസ്താംകോട്ടയിൽ NHPCയുടെ പ്രോജക്ട് ഓഫീസും ആരംഭിച്ചു. 3.04 രൂപയ്ക്കാണ് KCB വൈദ്യുതി എടുക്കുക. 20 കോടി രൂപ കേരള ഗവൺമെന്റ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിനത്തിൽ KCBക്ക് ഇതിനായി നൽകും. 2010 മുതലുള്ള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികളുടെ നിരന്തര ഇടപെടലിന്റെ ഫലമാണ് ഈ പദ്ധതി. ഗ്രാമപഞ്ചായത്തിന് ഇക്കാര്യത്തിൽ സാമ്പത്തിക മുതൽ മുടക്ക് ഒന്നുമില്ല എന്നതാണ് സവിശേഷത. ന്യൂസ് ഡെസ്ക് ZEDCO ന്യൂസ്.